ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിലെ ഫസ്റ്റ് മൊഡ്യൂള് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ്. ഈ മൊഡ്യൂളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ പോലെ ഒരു മിനിമം ഒരു 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. കാരണം എല്ലാ സെക്ഷനിൽ നിന്നും ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചിലപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മൊഡ്യൂൾ 1 ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് കോൺട്രാക്റ്റ്. അപ്പോൾ വാട്ട് ഈസ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഡിഫൈൻ കോൺട്രാക്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാം, സെക്ഷൻ 2 സബ്സെക്ഷൻ H of the Indian Contract Act defines a contract as an agreement enforceable by law. അതായത് നിയമപരമാൽ ഉള്ള അല്ലെങ്കിൽ നിയമപരമാൽ അംഗീകരിക്കപ്പെട്ട ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ കോൺട്രാക്ട് എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് 2 എലമെൻറ്റ്. ഒരു കോൺട്രാക്റ്റിൽ 2 എലമെൻറ്റുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? എഗ്രിമെൻറ്റും അതുപോലെ എൻഫോഴ്സബിലിറ്റിയും. അതായത് ഒരു എഗ്രിമെൻറ്റ് മാത്രം ഉണ്ടായാൽ അത് കോൺട്രാക്റ്റ് ആവില്ല. അതിനോടൊപ്പം എന്നുകൂടി വരണം, നിയമപരവുമായിരിക്കണം. അതായത് ഒരു എഗ്രിമെൻറ്റും ആയിരിക്കണം, അത് നിയമപരവുമായിരിക്കണം. എന്നാൽ മാത്രമേ അത് ഒരു കോൺട്രാക്റ്റ് ആവുകയുള്ളൂ. എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് സെക്ഷൻ 10 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ്. ഇത് 10 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റൻ ആണ് കേട്ടോ. ചിലപ്പോൾ എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് 10 മാർക്കിൻ്റെ എസ്സേ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. ഇതെന്തായാലും എല്ലാവരും പഠിച്ചിട്ട് പോകുക. ഒന്ന് എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ഫോംഡ് വെൻ വൺ പാർട്ടി മേക്ക് ദ പ്രൊപ്പോസൽ ആൻഡ് അതർ പാർട്ടി ആക്സെപ്റ്റ് ഇറ്റ്. അതായത് ഒരു പാർട്ടി പ്രൊപ്പോസൽ വെക്കുകയും മറ്റൊരു പാർട്ടി ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്താൽ അത് എഗ്രിമെൻ്റ് ആയി. അപ്പോൾ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ആണ്. അതായത് ഓഫർ ചെയ്യുക, പ്രൊപ്പോസ് ചെയ്താൽ മാത്രം പോരാ, അത് അയാൾ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അതൊരു എഗ്രിമെൻ്റ് ആവുകയുള്ളൂ. അതുപോലെ കൺസെൻസസ് ആഡ് ഐറ്റം ഫോർ എ വാലിഡ് കോൺട്രാക്ട് ദർ മസ്റ്റ് ബി എ കംപ്ലീറ്റ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ബിറ്റ്വീൻ ദ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. രണ്ടുപേരും തമ്മിലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ രണ്ടുപേരുടെ മൈൻഡിലുള്ള കാര്യം എന്തായിരിക്കണം? കംപ്ലീറ്റ് ആയിട്ട് അത് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനും മറ്റൊരാളും തമ്മിലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട് വിൽക്കാനുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് 2-3 വീട് ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ എൻ്റെ മൈൻഡിൽ എറണാകുളത്തുള്ള വീടാണ് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അയാളുടെ മൈൻഡിൽ എനിക്ക് 3 വീടുള്ള കാര്യം അയാൾക്ക് അറിയില്ല. അയാൾക്ക് ആകെ എൻ്റെ ട്രിവാൻഡ്രത്തുള്ള വീട് മാത്രമേ അയാൾക്ക് അറിയുള്ളൂ. അപ്പോൾ അയാൾ ചിന്തിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ളൊരു വീടാണ് ഞാൻ വിൽക്കാൻ പോകുന്നത്. അപ്പോൾ അയാളത് വാങ്ങാൻ റെഡിയാണ്. പക്ഷേ അയാളുടെ മൈൻഡിൽ ശരിക്കും ട്രിവാൻഡ്രത്തുള്ള വീട് എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും. പക്ഷേ ഞാൻ വിൽക്കാൻ പോകുന്ന എറണാകുളത്തുള്ള എൻ്റെ വീടാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരുടെ മൈൻഡിൽ എന്തുണ്ടായിരിക്കണം? അതായത് മൈൻഡ്സ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കണം. അതിനെയാണ് കൺസെൻസസ് ആഡ് ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 3ാമത്തെ എലമെൻ്റ് ആണ് ഫ്രീ കൺസെൻറ്റ്. ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് മസ്റ്റ് ഗീവ് ദെയർ കൺസെൻറ്റ് ഫ്രീലി. അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ കൺസെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സമ്മതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അവർ പരസ്പര സമ്മതത്തോടു കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ്, അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസിന് ഒരു എലിജിബിലിറ്റി, ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. മേജർ ആയിരിക്കണം, മൈനർ ആയിട്ടുള്ള ആളുകൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ലോഫുൾ കൺസിഡറേഷൻ, നിയമപരമായതായിരിക്കണം. ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം. നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡായിട്ട് ഡിക്ലെയർ ചെയ്തതായിരിക്കരുത്. അതുപോലെ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻസ്, സർട്ടനിറ്റി ഓഫ് മീനിങ്, ലീഗൽ ഫോർമാലിറ്റീസ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് ആണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ചോദിച്ചാലും ഇത് എഴുതാം. ഇതും മേ ബി ചിലപ്പോൾ എസ്സേ ചോദിക്കാം. ഇതിലേതെങ്കിലും 1 എസ്സേ വരില്ല, 2 ഒരുമിച്ച് വരില്ല. അപ്പോൾ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് എൻഫോഴ്സബിലിറ്റിയുടെ ബേസിൽ നമുക്ക് കോൺട്രാക്റ്റിനെ നമുക്ക് 6 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 1 വാലിഡ് കോൺട്രാക്റ്റ് ആണ്, 2 വോയിഡ് എഗ്രിമെൻറ്റ്, 3 വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ്, ഇല്ലീഗൽ എഗ്രിമെൻറ്റ്, അൺഎൻഫോഴ്സബിൾ കോൺട്രാക്റ്റ്. ഒന്ന് ഓർത്ത് വയ്ക്കുക, എൻഫോഴ്സബിലിറ്റിയുടെ ബേസിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ഓർത്ത് വയ്ക്കുക. വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ ലീഗൽ റിക്വയർമെൻറ്റ്സുകളും ഉള്ള കോൺട്രാക്റ്റിനെയാണ് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുക. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അൻ എഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ, അതായത് ഇത് എഗ്രിമെൻ്റ് ആണ് പക്ഷേ നിയമപരമല്ല. അങ്ങനെയാണെങ്കിൽ അത് വോയിഡ് എഗ്രിമെൻ്റ് ആണ്. അത് സ്റ്റാർട്ടിങ് മുതൽ എന്തായിരിക്കും? അൺഎൻഫോഴ്സിബിൾ ആയിരിക്കും. സച്ച് എഗ്രിമെൻ്റ് ആർ വോയിഡ് അബനിഷ്യോ എന്ന് പറഞ്ഞാൽ ഇൻ ദ ബിഗിനിങ് എന്നാണ് അർത്ഥം. സ്റ്റാർട്ടിങ് മുതൽ അത് അൺഎൻഫോഴ്സിബിൾ റൈറ്റ് ആണെങ്കിൽ
അത് വോയിഡ് എഗ്രിമെൻ്റ് ആണ്. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ നമുക്ക് എന്ത് വിളിക്കാം? വോയിഡ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. ഇനി വോയിഡബിൾ കോൺട്രാക്റ്റ് ഉണ്ട്. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ ഓഫ് ദ പാർട്ടീസ് ദർ ടു ബട്ട് നോട്ട് അറ്റ് ഓപ്ഷൻ ഫോർ ദ അതേഴ്സ്. അതായത് രണ്ടോ അതിലധികമോ പാർട്ടീസ് തമ്മിലുള്ളത് നിയമപരമായിരിക്കും, പക്ഷെ മറ്റുള്ളവരായിട്ടുള്ളത് എന്തായിരിക്കില്ല? യെസ്, വോയിഡബിൾ ആയിരിക്കില്ല. അതാണ് വോയിഡബിൾ കോൺട്രാക്റ്റ്. അടുത്ത് ഇല്ലീഗലാണ്. ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ നിയമത്തിനെതിരായിട്ട് അല്ലെങ്കിൽ നിയമം പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അൺഎൻഫോഴ്സിബിൾ എന്ന് പറയുന്നതും എന്താണ്? അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് ഈസ് ദാറ്റ് വിച്ച് ഈസ് വാലിഡ് ആർ എൻഫോഴ്സിബിൾ ബട്ട് ഫോർ സെർട്ടൈൻ ടെക്നിക്കൽ ഡിഫക്റ്റ്. അതായത് എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫക്റ്റ് ഉള്ള എൻഫോഴ്സിബിൾ കോൺട്രാക്റ്റിനെയാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുക. അടുത്ത ക്രിയേഷൻ്റെ ബേസിസിൽ, അതായത് ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ക്രിയേഷൻ്റെ ബേസിസിൽ നമുക്ക് കോൺട്രാക്റ്റിനെ മൂന്നായിട്ട് തരംതിരിക്കാം. എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഉണ്ട്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഉണ്ട്, ക്വാസി കോൺട്രാക്റ്റ് ഉണ്ട്. എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് മെയ്ഡ് ഇൻ റൈറ്റിംഗ് ഓർ ബൈ ദ വേർഡ്സ് ഓഫ് മൗത്ത്. അതായത് വാക്കാൽ ഓറലായിട്ട് പറയുകയോ അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ്. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ വൺ വിച്ച് അറൈസസ് ഔട്ട് ഓഫ് ആക്ട്. ഏതെങ്കിലും ഒരു ആക്ട് മൂലം ഉണ്ടാകുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുക. ക്വാസി കോൺട്രാക്റ്റ് അങ്ങനെയല്ല. ലോ ഇറ്റ് സെൽഫ് ക്രിയേറ്റ്സ് ലീഗൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് എഗൈൻസ്റ്റ് ദ പാർട്ടീസ്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടില്ലേ? അതാണ് ക്വാസി കോൺട്രാക്റ്റ്. അടുത്ത എക്സിക്യൂഷൻ്റെ ബേസിൽ വരുന്ന കോൺട്രാക്റ്റാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്, യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ആൻഡ് ബൈലാറ്ററൽ കോൺട്രാക്ട്. എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി പെർഫോംഡ് ആണ്. ഒരു സംഭവിച്ച അല്ലെങ്കിൽ പെർഫോം ചെയ്ത കോൺട്രാക്റ്റിനെയാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയുക. എക്സിക്യൂട്ടറി എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ടു പെർഫോം ദർ ഒബ്ലിഗേഷൻ, ഇപ്പോഴും പെർഫോം ചെയ്യുന്ന കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുക. യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഓൺലി വൺ പാർട്ടി ഹാസ് ടു പെർഫോം. അതായത് ഒരാൾ മാത്രമേ പ്രോമിസ് ചെയ്തിട്ടുള്ളൂ, അയാൾക്ക് മാത്രമേ അത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കോൺട്രാക്റ്റാണ് യൂണിലാറ്ററൽ. രണ്ടു പേർക്കും പെർഫോം ചെയ്യേണ്ട കോൺട്രാക്റ്റുകളെയാണ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റ് സെക്ഷൻ കഴിഞ്ഞ അടുത്ത ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ്. ഓഫർ എന്താണെന്ന് പഠിക്കുക, ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. ദ പേഴ്സൺ, ശ്രദ്ധിക്കാൻ, എഗ്രിമെൻറ്റ് അറൈസസ് ഓൺലി വെൻ ആൻ ഓഫർ ഈസ് മെയ്ഡ് ബൈ വൺ പേഴ്സൺ ആൻഡ് ഈസ് ആക്സെപ്റ്റഡ് ബൈ ദ അതർ പേഴ്സൺ. ഒരു എഗ്രിമെൻറ്റിൽ ഉറപ്പായിട്ടും ഓഫർ ഉണ്ടായിരിക്കണം. ഒരു വ്യക്തി അത് ഓഫർ ചെയ്യുകയും മറ്റൊരു വ്യക്തി അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അപ്പോൾ എല്ലാ എഗ്രിമെൻറ്റിലും എല്ലാ കോൺട്രാക്റ്റിലും എന്തുണ്ടായിരിക്കും? ഓഫർ ഉണ്ടായിരിക്കും. ദ പേഴ്സൺ മേക്കിംഗ് ദ പ്രപ്പോസൽ ഓർ ഓഫർ ഈസ് കോൾഡ് ദ പ്രോമിസർ ഓർ ഓഫറർ. അതായത് ആരാണോ ഓഫർ വെക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആരാണോ പ്രപ്പോസ് ചെയ്യുന്ന ആൾ, അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോസർ ഓർ ഓഫറർ. അപ്പോൾ ഓഫറർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ, ഹൂ ഈസ് എൻ ഓഫർ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആരാണോ പ്രൊപ്പോസ് വെക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഓഫർ വെക്കുന്ന വ്യക്തി, അവരെ നമ്മൾ പറയുന്ന പേരാണ് പ്രോമിസർ ഓർ ഓഫറർ. അപ്പോൾ ആരാണ് പ്രോമിസി ഓർ ഓഫറി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ദ പേഴ്സൺ ടു ഹൂം ദ പ്രൊപ്പോസൽ ഈസ് മെയ്ഡ്. ആർക്ക് വേണ്ടിയാണോ പ്രൊപ്പോസൽ വെച്ചത് അവരെ നമുക്ക് എന്ത് വിളിക്കാം? പ്രോമിസി എന്നോ ഓഫറി എന്നോ പറയാം. നല്ല ഒരു ഓഫറിനുണ്ടായിരിക്കേണ്ട എലമെൻറ്റ് നേരത്തെ നമ്മൾ പഠിച്ചു. എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ് പഠിച്ച പോലെ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് ഓഫർ പഠിച്ചു വെക്കുക കേട്ടോ. ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എൻ ഇൻറ്റൻഷൻ ഓഫ് ക്രിയേറ്റിംഗ് ലീഗൽ ഒബ്ലിഗേഷൻ. നിയമപരമാക്കി ഉണ്ടാക്കിയ ഒരു ഓഫർ ആയിരിക്കണം. അതുപോലെ ഓഫർ മസ്റ്റ് ബി ക്ലിയർ, അത് ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ അത് മറ്റൊരു പാർട്ടീനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയുമായിട്ട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കൺസെൻറ്റ് ഉണ്ടായിരിക്കണം, സമ്മതം ഉണ്ടായിരിക്കണം. അതുപോലെ ഒരിക്കലും ഇൻവിറ്റേഷൻ ഒരു ഓഫർ അല്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ അതൊരു ഓഫർ അല്ല. അപ്പോൾ ഇൻവിറ്റേഷൻ ടു എൻ ഓഫർ ഈസ് നോട്ട് എൻ ഓഫർ കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക. അതിൽ സ്പെഷ്യൽ കണ്ടീഷൻ അറ്റാച്ച്ഡ് ടു എൻ ഓഫർ മസ്റ്റ് ബി ഓൾസോ ബി കമ്മ്യൂണിക്കേറ്റ്. അത് ഈ ഓഫറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ കണ്ടീഷൻസ് വെക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾ, അതായത് അയാളുമായിട്ട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഓഫർ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്സോ ഇംപ്ലോയിഡോ ആയിരിക്കാം. ഇനി ജനറലിൽ വെക്കുന്ന ഒരു ഓഫറാണ്. ഈ ഓഫർ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. സ്പെസിഫിക് ഓഫറുണ്ട്, ജനറൽ ഓഫറുണ്ട്. സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വ്യക്തികളിലേക്ക് മാത്രം വെക്കുന്ന ഓഫറാണ് സ്പെസിഫിക് ഓഫർ. പബ്ലിക്കിലേക്ക് വെക്കില്ല. പബ്ലിക്കിലേക്ക് നമ്മുടെ ഒരു വീട് വിൽക്കാനുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് പബ്ലിക്കിലോട്ടുള്ള ഓഫറാണ്. ദാറ്റ് ഈസ് പബ്ലിക് അല്ലെങ്കിൽ ജനറൽ ഓഫർ എന്ന് പറയാം. ദ ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ ടേം ദ അത് പഠിക്കണമെന്നില്ല. ഒരു 8 പോയിന്റ് പഠിച്ചു വെക്കുക. ഈ ടൈപ്സ് ഓഫ് ഓഫർ ഉണ്ട്. എക്സ്പ്രസ് ഓഫർ, ഇംപ്ലൈഡ് ഓഫർ, സ്പെസിഫിക് ഓഫർ, ജനറൽ ഓഫർ,
സ്റ്റാൻഡിങ് ഓഫർ, കൗണ്ടർ ഓഫർ, ക്രോസ് ഓഫർ, ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് ഓഫർ. എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കാൽ എഴുതി തയ്യാറാക്കിയതോ അല്ലെങ്കിൽ വാക്കാൽ പറയുന്നതോ ആയിട്ടുള്ള ഓഫറാണ് എക്സ്പ്രസ് ഓഫർ. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേർഡ്സ് ആണ്. സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു പ്രത്യേക വ്യക്തികളിലേക്ക് മാത്രം നമ്മൾ ഓഫർ കൊടുക്കുകയാണെങ്കിൽ അത് സ്പെസിഫിക് ഓഫറാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് മാത്രം കൊടുക്കുന്ന ഓഫറാണ് സ്പെസിഫിക് ഓഫർ. ജനറൽ ഓഫർ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന ഓഫറാണ് ജനറൽ ഓഫർ. ഇനി സ്റ്റാൻഡിങ് ഓഫർ ഇപ്പോഴും നിലനിൽക്കുന്ന ഓഫറാണ് സ്റ്റാൻഡിങ് ഓഫർ. കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഓഫർ നമ്മൾ എന്ത് ചെയ്യാണ്, റിജക്റ്റ് ചെയ്തിട്ട് പുതിയൊരു ഓഫർ ഉണ്ടാക്കുക. ഇപ്പോൾ എൻ്റെ കാർ 50,000 ഈ വിൽക്കാറുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് പറയുകയാണ് 40,000 ഞാൻ വേണമെങ്കിൽ എടുത്തോളാം എന്ന് പറയില്ലേ. അപ്പോൾ 50,000 എന്ന് പറയുന്ന ഓഫർ റിജക്റ്റ് ചെയ്തിട്ട് പുതിയൊരു ഓഫർ മേക്ക് ചെയ്താൽ അത് കൗണ്ടർ ഓഫറാണ്. ഇനി ക്രോസ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബാർട്ടർ സിസ്റ്റം പോലെ ഉണ്ടാക്കുന്ന ഓഫർ ഇല്ലേ, അതാണ് ക്രോസ് ഓഫർ. ഇനി വെൻ ഡസ് എൻ ഓഫർ കംസ് ടു എൻ, എപ്പോഴാണ് ഓഫർ അവസാനിപ്പിക്കേണ്ടത്? ഒന്ന് പഠിച്ചു വയ്ക്കുക. ഒന്ന് റിവോക്കേഷൻ ടൈമിൽ, പ്രിസ്ക്രൈബ് ടൈം അവസാനിക്കുമ്പോൾ, നോൺ ഫുൾഫിൽമെൻ്റ് ഓഫ് കണ്ടീഷൻ ക്ലിയർ ആകാതെ വരുമ്പോൾ, അതുപോലെ ഓഫർ ചെയ്ത ആൾ ഓഫറർ മരിച്ചു പോകുമ്പോൾ, കൗണ്ടർ ഓഫർ ലാപ്സായി പോകുമ്പോൾ, റിജക്ഷൻ വരുമ്പോൾ, ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഓഫർ അവസാനിപ്പിക്കുക. അടുത്ത ആക്സെപ്റ്റൻസ് ആണ്. എന്താണ് ആക്സെപ്റ്റൻസ്? നമ്മൾ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ആക്സെപ്റ്റൻസ് ആയിട്ട് മാറുന്നു. എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് ആക്സെപ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ ആക്സെപ്റ്റൻസ് അൺകണ്ടീഷണൽ ആയിരിക്കണം, അത് പ്രൊപ്പോസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിടണം, അത് ഇംപ്ലൈഡ് ആയിരിക്കണം, അത് സം യൂഷ്വൽ ആൻഡ് റീസണബിൾ മാനറിലായിരിക്കണം, ലാപ്സ് ഓഫ് ഓഫറിന് മുമ്പായിട്ട് തന്നെ ആക്സെപ്റ്റൻസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എസെൻഷ്യൽ എലമെൻറ്റ്സ്. അതും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത കൺസിഡറേഷൻ ആണ്. വാട്ട് ഈസ് കൺസിഡറേഷൻ? കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ അല്ലേ, അതായത് എന്തെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടണം, അതാണ് അന്നലെ കൺസിഡറേഷൻ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഹി മസ്റ്റ് ഓൾസോ ഗെറ്റ് സംതിങ് ഇൻ റിട്ടേൺ ഫ്രം അനദർ പാർട്ടി, മറ്റൊരു പാർട്ടിയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുക. അക്കോർഡിംഗ്ലി an agreement which is not supported by consideration is a nudum pactum, അതായത് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് കൺസിഡറേഷനാൽ സപ്പോർട്ടീവ് അല്ല എന്ന് പറയുന്നതാണ് നുഡം പാക്റ്റ് കേട്ടോ. ഒന്ന് പഠിച്ചു വയ്ക്കുക. എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ ചോദിക്കാം. കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, പ്രോമിസറുടെ ആവശ്യമനുസരിച്ച് വേണം കൺസിഡറേഷൻ മൂവ് ചെയ്യാനായിട്ട്. അതുപോലെ പ്രോമിസിയിൽ നിന്നും എന്ത് ചെയ്യണം, പ്രോമിസിയിൽ നിന്ന് വേണം അത് മൂവ് ചെയ്യാനായിട്ട്. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആകാം, പ്രസൻറ്റ് ആകാം, ഫ്യൂച്ചർ ആകാം. പാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വെൻ ദ പ്രോമിസർ റിസീവ് ദ കൺസിഡറേഷൻ ഫ്രം ദ പ്രോമിസി ബിഫോർ ദ ഡേറ്റ് ഓഫ് പ്രോമിസർ, പ്രോമിസിന് മുമ്പായിട്ട് നമുക്ക് പൈസ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ കൺസിഡറേഷൻ കിട്ടുകയാണെങ്കിൽ അത് പാസ്റ്റ് കൺസിഡറേഷൻ ആണ്. അപ്പോൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോമിസിന് ടൈമിൽ കിട്ടുന്ന കൺസിഡറേഷനാണ് പ്രസൻറ്റ് ഓർ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ. ഫ്യൂച്ചറിൽ കിട്ടേണ്ട കൺസിഡറേഷനാണ് എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. ഇനി കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്, കൺസിഡറേഷൻ ഒരിക്കലും ആഡിക്വേറ്റ് ആകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂഷറി, അതായത് കൺസിഡറേഷൻ എപ്പോഴും റിയൽ ആയിരിക്കണം, അതായത് ഒരു പ്രത്യേക ഒരു വാല്യൂവിൽ മെഷർ ചെയ്യാൻ പറ്റണം. അതുപോലെ ലോഫുൾ നിയമപരമായിരിക്കണം. ഇതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ടേം പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ മീൻസ് സ്ട്രേഞ്ചർ ടു ദ കൺസിഡറേഷൻ ആണ്, ഒരു കൺസിഡറേഷൻ ഗിവൻ ബൈ എനി അതർ പേഴ്സൺ അതർ ദാൻ ദ പ്രോമിസി. പ്രോമിസി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി വെക്കുന്ന സ്ട്രേഞ്ചർ, നമുക്ക് അപരിചിതരായ ഒരാളുമായിട്ടുള്ള കൺസിഡറേഷനെയാണ് നമ്മൾ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്ന് പറയാം കേട്ടോ. അതുപോലെ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഉണ്ട്. പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് ഈസ് എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ പാർട്ടി ടു ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റുമായി ബന്ധപ്പെടാത്ത ഒരാൾ എന്ത് ചെയ്യണം, കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനെയാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുക. അതുപോലെ എക്സെപ്ഷൻ ടു ദ റൂൾ ദാറ്റ് സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് ക്യാൻ നോട്ട് സ്യൂ, അതായത് നമുക്കൊരിക്കലും കോൺട്രാക്ടറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും കോൺട്രാക്ട് നടക്കാതിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഇൻ കേസ് ഓഫ് ട്രസ്റ്റ്, അതുപോലെ മാരേജ് സെറ്റിൽമെൻറ്റ്, അതുപോലെ ഇൻ കേസ് ഓഫ് ഏജൻസി കോൺട്രാക്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. അടുത്ത നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഇല്ല എന്ന് പറയുന്നത് ചിലപ്പോൾ അതിൽ പെടാത്ത എക്സെപ്ഷൻസ് ചിലപ്പോൾ ചോദിക്കാം. എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് മെയിൻ ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, അതായത് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷനിൽ വരുന്നത് ഒരിക്കലും എന്തല്ല, അതൊരു കോൺട്രാക്റ്റ് അല്ല അല്ലേ. നമുക്ക് ഒരാളുടെ തോന്നുന്ന ഇഷ്ടം ഒരിക്കലും നമുക്കത് കോൺട്രാക്റ്റിൽ നമുക്ക് പെടുത്താനായിട്ട് പറ്റില്ല. അതുപോലെ പാസ്റ്റ് വളണ്ടറി സർവീസ്, അതായത് ഓടി കഴിഞ്ഞു പോയി നമ്മൾ സ്വമേധയാ ചെയ്ത ചില സർവീസുകളുണ്ട്, ആർക്കെങ്കിലും വേണ്ടി സഹായങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും, അതൊരിക്കലും നമുക്ക് ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അതുപോലെ പെയ്ഡ് ടൈം ബാർ, അതായത് സമയം ഓൾറെഡി കഴിഞ്ഞു പോയി,
എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിൽ ഗിഫ്റ്റ് കൊടുക്കുക, കോൺട്രാക്ട് ഓഫ് ഏജൻസി, ഇതൊന്നും എന്തല്ല കോൺട്രാക്റ്റിൽ പെടുന്നതല്ല. അപ്പോൾ നോ കൺസിഡറേഷൻ, നോ കോൺട്രാക്റ്റിൻ്റെ എക്സെപ്ഷൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ് ആണ്. കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകൾ മൈനർ ആകാൻ പാടില്ല, അതുപോലെ അൺസൗണ്ട് മൈൻഡ് ഉള്ള ആളാകാൻ പാടില്ല, കോൺട്രാക്റ്റിൽ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാകാൻ പാടില്ല. മൈനർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹിസ് ഏജ് ഓഫ് 18 ഇയേഴ്സ്, അല്ലേ? 18 വയസ്സ് തികയാത്ത ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മൈനർ എന്ന് പറയുക. അപ്പോൾ മൈനർ എന്ന് പറയുന്ന ഒരാൾ എന്താണല്ല ഐസ്, അതൊരു കോൺട്രാക്റ്റിൽ പറ്റിയ ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളല്ല. അപ്പോൾ അതിൻ്റെ റൂൾസ് പറയുന്നുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ എന്താണ്, അൻ എഗ്രിമെൻറ്റ് വിത്ത് ഓർ ബൈ മൈനർ ഈസ് വോയിഡ് അബ് ഇനിഷ്യോ. സ്റ്റാർട്ടിങ് മുതൽ എന്താണ് മൈനർ ആണെങ്കിൽ അത് നമുക്കൊരിക്കലും അതൊരു എഗ്രിമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മൈനർ ക്യാൻ ബി പ്രോമിസി ഓർ എ ബെനഫിഷ്യൽ. മൈനർ പ്രോമിസിയോ ബെനഫിഷ്യറിയോ ആകാം. മൈനർ കനോട്ട് റാറ്റിഫൈ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് മുമ്പ് മൈനറിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, യെസ്, അതായത് ആ സമയത്ത് അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആഫ്റ്റർ മെജോറിറ്റി ആയതിനു ശേഷം അത് ക്ലെയിം ചെയ്യാം. മൈനർ ഈസ് നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ദ ബെനിഫിറ്റ് റിസീവ്ഡ് അണ്ടർ എ വോയിഡ് എഗ്രിമെൻറ്റ്. വോയിഡ് എഗ്രിമെൻറ്റ് പ്രകാരം കിട്ടാനുള്ള എമൗണ്ടുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മൈനറിന് റിസീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൈനറിൻ്റെ ആ റൂൾസിൽ പെടാത്ത കുറച്ച് കാര്യങ്ങളാണ് മൈനർ ആസ് എൻ ഇൻസോൾവെൻറ്റ്, മൈനർ ഇൻസോൾവെൻറ്റ്, അങ്ങനെ കുറച്ച് കേസുകൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാവരും വായിച്ചിട്ട് വേണം പോകാനായിട്ട്. ഈ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡുള്ള ആളും എന്താണ്, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് പ്രകാരം എന്തല്ല കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. ദ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ഈസ് വൺ ഹു ഈസ് സഫറിങ് ഫ്രം പെർമനൻറ്റ് ഓർ ടെമ്പററി മെൻ്റൽ ഡിസ്അറേഞ്ച്മെൻറ്റ്. അതായത് മെൻ്റലി തകരാറുള്ള ആളുകളില്ലേ, എന്തെങ്കിലും ഭ്രാന്തോ അങ്ങനെയൊക്കെ പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ ഉള്ള ആളുകളെയാണ് നമ്മൾ അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. അവർ ഇഡിയറ്റ്സ് ആകാം, ലുനാറ്റിക്സ് ആകാം, ഡ്രങ്കൻ പേഴ്സൺ ആകാം. ഇഡിയറ്റ്സ് പറഞ്ഞാൽ അറിയാം, ഹു ഹാസ് കംപ്ലീറ്റ്ലി ലോസ് ഹിസ് മെൻ്റൽ പവർ. അതായത് അവരുടെ മൈൻഡ് മാനസികമായിട്ട് മൊത്തമായിട്ട് തകർന്നിരിക്കുന്ന ആളുകളാണ് ഇഡിയറ്റ്സ്. അവർക്കൊരിക്കലും മെൻ്റൽ പവർ ഇല്ല. ലുനാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡിസോർഡർ ആയിട്ടുള്ള ആളുകളെയാണ് ഇവിടെ ലുനാറ്റിക്സ് എന്ന് പറയുക. ഡ്രങ്കൻ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇൻടോക്സിക്കേഷൻ, അതായത് വെള്ളമടിക്കുന്ന ആളുകളൊക്കെയാണ് ഡ്രങ്കൻ പേഴ്സൺ. ഇവരും ഒരിക്കലും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. അതുപോലെ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ, അതായത് നിയമപരമായിട്ട് ചില ആളുകളെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഏലിയൻ എനിമീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഫോറിൻ കൺട്രികളിൽ, അതായത് നമ്മളുമായി ശത്രുതയിലിരിക്കുന്ന രാജ്യങ്ങളിലെ ആളുകളുണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനൊക്കെ നല്ല യുദ്ധം നടക്കുന്ന സമയമാണെങ്കിൽ പാകിസ്ഥാനുള്ള ആളുകളെല്ലാം എന്താണ്, ഏലിയൻ എനിമീസ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ അവരായിട്ട് ഒരിക്കലും നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഡിസ്ക്വാളിഫൈഡ് ആണ് കോൺട്രാക്റ്റിൽ കേട്ടോ. അതുപോലെ ഫോറിൻ സോവറിൻസ്, കമ്പനീസ്, ഇൻസോൾവൻസ്, ഫെലോൺ ഓർ കോൺവിക്സ്, അതായത് കുറ്റവാളികൾ, ഇവരൊക്കെയുള്ള കോൺട്രാക്റ്റിൽ നമ്മൾ പരമാവധി നമ്മൾ ഒഴിവാക്കണം. ഇനി ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വമേധയാ വേണം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട്. കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്രീ ആയിരിക്കണം, മനസ്സിലായില്ലേ? അല്ലാതെ ഒരിക്കലും അത് കൊയേഷനോ അൺഡ്യൂ ഇൻഫ്ലുവൻസോ ഫ്രോഡോ മിസ്റെപ്രസെൻറ്റേഷനോ മിസ്റ്റേക്കോ ആകാൻ പാടില്ല. കൊയേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ഫോഴ്സ് ചെയ്തുകൊണ്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തില്ലേ, ഒരാളെ നമ്മൾ ബലമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് അയാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതാണ് കൊയേഷൻ. അത് നോർത്ത് വയ്ക്കുക. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മെൻ്റലി തകർക്കുക. മെൻ്റലി നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, തകർക്കുന്ന ഒരു അവസ്ഥയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ പറ്റിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ അതും എന്താണ്, യെസ്, ഇതിനകത്ത് വരുന്നതാണ്. മിസ്റെപ്രസെൻറ്റേഷൻ, ഒരു തെറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക. നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പോകുന്ന ആ ഒരു പാർട്ടി അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് നമ്മൾ തെറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക. അത് ഇന്നസെൻറ്റ് പ്രസൻറ്റേഷനും ഉണ്ട്, ഇൻറ്റൻഷണൽ പ്രസൻറ്റേഷനും ഉണ്ട്. ഇന്നസെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാതെ നമ്മൾ പറയില്ലേ, അതായത് നമ്മളൊരാളെ പറ്റിക്കണമെന്ന് കരുതിയിട്ടല്ല നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയാതെയായിരിക്കും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക, പക്ഷേ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഇൻറ്റൻഷണൽ കേട്ടോ. അപ്പോൾ മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരാളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യം തെറ്റായിരിക്കാം, അപ്പോൾ പക്ഷേ നമ്മുടെ മൈൻഡിൽ അയാൾ ഗുഡാണ്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യില്ല, അത് ഇന്നസെൻറ്റ് പ്രസൻറ്റേഷനാണ്. പക്ഷേ അയാൾ കുറ്റക്കാരനാണ് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രസൻറ്റ് ചെയ്യില്ലേ, അതാണ് ഇൻറ്റൻഷണൽ ഓർ വിൽഫുൾ പ്രസൻറ്റേഷൻ കേട്ടോ. പിന്നെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എററുകൾ വരുത്തുക, അത് അറിഞ്ഞുകൊണ്ടല്ലല്ലോ, അപ്പോൾ അത് മിസ്റ്റേക്കായിട്ട് കണക്കാക്കാം. അതും ഒന്ന് വായിച്ചു വിടാം. ഇനി ലീഗാലിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന ഒബ്ജക്റ്റ് ഉണ്ട്. ജസ്റ്റ് അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുക, അതിനകത്ത് വരുന്ന കേസുകൾ ഒന്ന് വായിച്ചു വിടുക കേട്ടോ. ഇനി എഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസിക്ക് ഒപ്പോസ് ചെയ്ത് വരുന്ന എഗ്രിമെൻറ്റുകൾ എന്തൊക്കെയാണ്? നെക്സ്റ്റ് വോയിഡ് എഗ്രിമെൻ്റ് ആണ്. വോയിഡ് എഗ്രിമെൻ്റ് എന്താണെന്ന് നോക്കുക. വോയിഡ് എഗ്രിമെൻറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ യു. നിയമപരമല്ലാത്ത എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് വേജറിംഗ് എന്നോ അല്ലെങ്കിൽ വേഗറിംഗ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയാം.
wager may be defined as an agreement in which one person agrees to pay certain amount of money to the other person. ഒരു പ്രത്യേകം എമൗണ്ട് മറ്റൊരാൾക്ക് കൊടുക്കാന്ന് നമ്മൾ ബെറ്റൊക്കെ വെക്കില്ലേ, അതിനാണ് വേജറിങ് അല്ലെങ്കിൽ വേജറിങ് എന്ന് പറയുക. അതിൽ വേണ്ട എസെൻഷ്യൽസ് ഒന്ന് പഠിച്ചു വെക്കുക. അത് മ്യൂച്വൽ ചാൻസ് ഓഫ് ഗെയിൻ ഓർ ലോസ് ആണ്, നോ കൺട്രോൾ ഓവർ ദി ഇവൻ്റ് ആണ്, അൺസർട്ടനിറ്റി ആണ്. അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി കണ്ടിജൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താ? കണ്ടിജൻ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പനിങ് ഓഫ് സം ഫ്യൂച്ചർ ഇവൻ്റ് അല്ലെ, ഭാവിയിൽ സംഭവിക്കാവുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കണ്ടിജൻ. ഇറ്റ് മേ ഓർ മേ നോട്ട് ഹാപ്പൻ ആണ് കേട്ടോ. ഇത് സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യാം. ഇനി ക്വാസി കോൺട്രാക്റ്റ്. ക്വാസി എന്ന് പറഞ്ഞാൽ എക്സെപ്ഷണൽ കൈൻഡ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. വൺ പാർട്ടി ഈസ് ബൗണ്ട് ടു പേ മണി ഇൻ കൺസിഡറേഷൻ ഫോർ സംതിങ് ഡൺ ഓർ സഫേർഡ് ബൈ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറുകയാണെങ്കിൽ അവിടെ ഒരു എഗ്രിമെൻ്റ്, ഒരു കോൺട്രാക്റ്റ് ഉണ്ടായില്ലേ, നമ്മൾ ഇത്ര സ്ഥലം മുതൽ ഇത്ര സ്ഥലം വരെ സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അത് ഓൾറെഡി സ്വമേധയാ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടില്ല. അതാണ് ക്വാസി കോൺട്രാക്റ്റ്. അതിൻ്റെ ടൈപ്സ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത എസ്സേ ചോദിക്കാൻ ചാൻസുള്ള 10 മാർക്കിന് ചോദിക്കാൻ ചാൻസുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്. എപ്പോഴാണ് ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവുക, ക്യാൻസലായി പോവുകയോ അല്ലെങ്കിൽ അവസാനിക്കുകയോ ചെയ്യുക? ഒന്ന് വേരിയസ് മോഡ്സ് ഉണ്ട്, ഇത് എസ്സേ ആയിട്ട് ചോദിക്കാം. ഒന്ന് പെർഫോമൻസ്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം ആ കോൺട്രാക്റ്റ് കൃത്യമായിട്ട് നടന്നു, അപ്പോൾ ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ ആ മെച്യൂർ ഡേറ്റ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്താവും, ഡിസ്ചാർജ് ആവും. അതാണ് പെർഫോമൻസ്. പെർഫോമിലൂടെ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവാം. അതുപോലെ ഡിസ്ചാർജ് ബൈ എഗ്രിമെൻറ്റ്. എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ നൊവേഷൻ ആകാം, ഓൾട്രേഷൻ ആവാം, റെമിഷൻ ആവാം, റെസിഷൻ ആകാം, വേവർ ആവാം, മെർജർ ആവാം. ഇതിനെക്കുറിച്ച് ബ്രീഫായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി ലാപ്സ് ഓഫ് ടൈം, സമയം അവസാനിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയി പോകും. അതുപോലെ ലോ പ്രകാരം നിയമപരമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട വ്യക്തി എന്ത് ചെയ്യുക, മരിച്ചു പോവുകയോ അല്ലെങ്കിൽ പാപ്പരായി പോവുകയോ ചെയ്താലും എന്ത് സംഭവിക്കാം, ഡിസ്ചാർജ് സംഭവിക്കാം. അതുപോലെ പെർഫോം ചെയ്യാനായിട്ടുള്ള ഇമ്പോസിബിലിറ്റി വരിക, അതായത് ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി ഉണ്ട്, സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി. ആ ഒരു സിറ്റുവേഷനിലും എന്താവാം, കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവാം. അതുപോലെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് ഫെയിൽസ് ടു പെർഫോം ഹിസ് പാർട്ട് ഓഫ് ദ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അയാൾ ചെയ്തില്ലെങ്കിൽ അത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അതും നമ്മുടെ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവാനായിട്ടുള്ള കാരണമാണ്. അപ്പോൾ ഇങ്ങനെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് വന്നാൽ അതിന് പരിഹാരം എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ റെസിഷൻ, സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, റെസ്റ്റിറ്റ്യൂഷൻ, സ്യൂട്ട് ഫോർ ഇഞ്ചെക്ഷൻ, സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്, സ്യൂട്ട് ഫോർ ഡാമേജസ്. ടൈപ്സ് ഓഫ് ഡാമേജസ് ഉണ്ട്, സ്പെഷ്യൽ ഡാമേജ് ഉണ്ട്, ജനറൽ ഡാമേജ് ഉണ്ട്, എക്സംലറി ഡാമേജ് ഉണ്ട്, നോമിനൽ ഡാമേജസ്, പെനാലിറ്റി ആൻഡ് ലിക്വിഡ് ഡാമേജ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ത്യൻ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായി പഠിച്ചിട്ട് പോകാം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നാണ് വരിക കേട്ടോ. ഓക്കെ, താങ്ക് യു.